ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് 37 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ടോപ്പ് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ വൈഡും ഇറക്കവും ഒക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ തയ്ക്കാനാണ് കസ്റ്റമറുടെ ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ അത് നല്ല വൈഡാണ് കേട്ടോ. 4 ഇഞ്ച് വൈഡ്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5.25 അതായത് 6 ഇഞ്ച് വരും കേട്ടോ. 5.25 എടുത്താലേ നമുക്ക് 6 ഇഞ്ച് കിട്ടത്തുള്ളൂ തയ്ച്ച് വരുമ്പോൾ. 5.25. അപ്പോൾ ഇവിടെ 4 ഇഞ്ച്, ഇങ്ങോട്ട് 4 ഇഞ്ച് അടയാളം ചെയ്യുക. എന്നിട്ട് അതൊരു ബോക്സ് പോലെ നമുക്ക് ആക്കാം. അതിന് ഒരു ബോക്സ് പോലെ അതിനെ ആക്കാം. ഒരു ലൈൻ കൊടുക്കാൻ നമുക്ക്. സൂക്ഷിച്ചൊക്കെ വരച്ചില്ലെങ്കിൽ ഇത് ഇഴുകി പോകും. തുണി അതുപോലത്തെ തുണിയാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇത് സ്ക്വയർ വേണ്ട, ഈ മൂല കൊണ്ടൊരു ചെറിയ കർവ് കൊടുക്കണമെന്ന് പറഞ്ഞ്. അതായത് യു അല്ല, ചതുരവും വേണ്ട, നല്ല യു ഒന്നും വേണ്ട. അത് ഈ മൂല കൊണ്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കണമെന്ന് പറഞ്ഞ്, ചെറിയ മൂല കൊണ്ട് ചെറുതായിട്ട് കണ്ട. അങ്ങനെ ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒരു 2.25 എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ കഴുത്ത് വൈഡാകുന്നതനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കണം. അതുകൊണ്ട് ഞാനൊരു 2.25 എടുക്കണം. 2.25 എടുക്കുമ്പോൾ ഒരു 3/4 ഇഞ്ചോളം തയ്യൽത്തുമ്പോൾ പോയിട്ട് 2 ഇഞ്ച് ഷോൾഡറേ കിട്ടത്തുള്ളൂ. സ്ലീവ് ലെസ്സാണ് കേട്ടോ. അപ്പോൾ 2.25 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മൊത്തം അളവൊന്ന് നോക്കാം. മൊത്തം അളവ് 6.25 വരില്ലേ? 6.25, 7 ഇഞ്ച് വരികയല്ല, എന്നാലും 4 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് ഒരു 7 ഇഞ്ച് ആം ഹോളിന് ഇടിച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ച്. കാരണം വെച്ചാൽ 39 ചെസ്റ്റ് അളവല്ലേ. 39 അതായത് 37ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് 37 ഇഞ്ച് ചെസ്റ്റ് അളവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് തുണി ആയതുകൊണ്ട് 2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. 2 ഇഞ്ച് 39, അപ്പോൾ 39 ഇഞ്ച് ചെസ്റ്റ് അളവാകും. 37 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ കൂടെ 2 ഇഞ്ച് നമുക്ക് കൂട്ടി കൊടുക്കണം. അപ്പോൾ ലൈനിങ് തുണി ആയതുകൊണ്ട്, സിംഗിൾ തുണിയാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് 2 ഇഞ്ച് കൂട്ടി കൊടുത്തിരിക്കുന്ന കാരണം നമുക്ക് 39 കിട്ടും. 39 കിട്ടുമ്പം 7 ഇഞ്ച് ആം ഹോളിന് 7 ഇഞ്ചാണ് ഇടിച്ചു കൊടുക്കേണ്ടത്. അതിന് ഇനി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെസ്റ്റ് അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആം ഹോളും ഷോൾഡറും ഒക്കെ കാണുന്നതെന്ന്. നമുക്കിനി ചെസ്റ്റ് അളവ് കാണാം. അതായത് 37 ഇഞ്ച് ചെസ്റ്റ് അളവാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ബോഡി മെഷർമെൻ്റ് അല്ലേ. അപ്പം അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൈനിങ് ആയതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ആണെങ്കിൽ 1 ഇഞ്ചേ കൂട്ടി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് 2 ഇഞ്ച് കൂട്ടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ 4/1, 39ൻ്റെ 4/1 എന്ന് പറയുന്നത് 9.25. 9.25. അപ്പം ആ 9.25 നമുക്കിവിടെ അടയാളം ചെയ്യാം. കണ്ടോ? 9.25. ഒരു 1.5 ഇഞ്ച് ലൂസും കൊടുക്കാം. 1.5 ഇഞ്ച്. ഓക്കെ. അപ്പോൾ ചെസ്റ്റ് അളവായി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പകുതിക്ക്, അതായത് 3.5 വരും. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചൊരു കർവ് കൊടുക്കാം. ഇവിടെ ഒരു 1.5 ഇഞ്ച്, 1 ഇഞ്ച് മതി. പക്ഷേ ഇത് സ്ലീവ് ലെസ് ആയതുകൊണ്ട് ഈ മൂല കൊണ്ട് നമുക്കൊരു 1.5 ഇഞ്ച് അടയാളം ചെയ്യാം. കണ്ടോ? ഈ മൂല കൊണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ആ പോയിൻറ്റിലോട്ടൊരു കർവ് കൊടുക്കാം. കണ്ട? ചെറുതായിട്ട് ചെസ്റ്റ് അളവിൽ വരെ. കണ്ട? ചെസ്റ്റ് അളവിലോട്ട്. കണ്ട? ഈ 1.5 ഇതിൻ്റെ പകുതിക്ക് ഒന്നെടുത്ത് ഈ 1.5 വന്ന് ചെസ്റ്റ് അളവിലോട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് നമുക്ക് ആം ഹോൾ കാണണം. ചെസ്റ്റ് അളവ് 9.25. ആം ഹോൾ റൗണ്ട് എത്രയാണെന്ന് നോക്കാം. 15 ആണ്. 15ൻ്റെ കൂടെ 1 കൂട്ടി 16 എടുക്കാം. 1 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ആം ഹോൾ റൗണ്ടിൻ്റെ 15ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 16 എടുത്തിട്ടുണ്ട്. അപ്പോൾ 16 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി 8 വരണം. അപ്പോൾ നമുക്ക് 8 കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. ഈ 1/4 ഇഞ്ച് തയ്യൽത്തും 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽത്തും പിടിച്ചു കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ അകത്തി വെച്ച് നോക്കണം. കണ്ട? ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് അകത്തണം. നമ്മളിങ്ങനല്ലേ സ്റ്റിച്ചിടുന്നത്, അകത്തിയല്ലേ സ്റ്റിച്ചിടുന്നത്. അപ്പോൾ അതുപോലെ ടേപ്പ് പിടിച്ച് നമുക്ക് ആ 8 ഇഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം. 8 ഇഞ്ച് വരുന്നുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ ഈ രീതി വേണം. ഈ ആം ഹോളിൻ്റെ റൗണ്ടും ഈ ചെസ്റ്റ് അളവും കൂടെ കറക്റ്റ് വരണം. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ബോഡി മെഷർമെൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. ബോഡി മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ അളവുകളും
അത് കാണിക്കണമല്ലോ, അതനുസരിച്ച് ഞാൻ ചെസ്റ്റ് അളവ് പ്രത്യേകം, ബ്രസ്റ്റ് അളവ് പ്രത്യേകം, അങ്ങനെ ഓരോ അളവ് പ്രത്യേകം എടുത്തിട്ട് ഞാൻ ബോഡി മെഷർമെൻറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ പ്രകാരം ഒരു ടോപ്പ് അതേ അളവിൽ വെട്ടുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് അതുപോലല്ല, ഇത് ഞാൻ തയ്ക്കുന്ന രീതിയാണ്. ഞാൻ തയ്ക്കുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ തന്നെയല്ല, മിക്കവരും ഈ രീതിയിലാണ് തയ്ക്കുന്നത്. കാര്യം വെച്ചാൽ ബ്രസ്റ്റ് അളവ് എടുത്തിട്ട് അതിൻ്റെ കൂടെ സിംഗിൾ തുണിയാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടി കൊടുക്കും. ഇപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി കൊടുക്കും. ആ രീതിയിലാണ് മിക്കവരും തയ്ക്കുന്നത്. അപ്പം മിക്കവരെന്ന് വെച്ചാൽ മെയിൻ തയ്യക്കാരൊന്നുമല്ല, ഞങ്ങളെപ്പോലുള്ള സാധാരണ തയ്യക്കാർ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ രീതി, ഞാൻ തയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ ഇട്ട് പോകാം, ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ചെസ്റ്റ് അളവ് ഉണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ഷെയ്പ്പാണ്. ഷെയ്പ്പാണ് നമുക്ക് കണ്ടെത്തുന്നത്. ഷെയ്പ്പ് എന്ന് പറയുമ്പം ഒരാടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഈ ഇടുപ്പിലേക്കുള്ള, നമ്മുടെ ഈ കൈ മടക്കുമ്പോൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ ബോഡി മെഷർമെൻറ്റ്, കൈ മടക്കുമ്പോഴുള്ള ആ ഭാഗമാണ്, ആ മുട്ടിൻ്റെ ഭാഗമാണ് ഷെയ്പ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷെയ്പ്പ് 14 14 ഇഞ്ച് ഇടിവ്. ഷെയ്പ്പ് 14 ഇഞ്ച് ഇടിവ്. നമ്മൾ ആ ഇടിവ് കണ്ടേ, എന്നിട്ട് നമുക്ക് അതിനൊരു ലൈൻ കൊടുക്കാവേ. ഷേപ്പിൻ്റെ ഭാഗത്തൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് 33 ഇഞ്ചാണ്. 33 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ലൈനിങ് ആയത് കാരണം 2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി, 2 ഇഞ്ച്. പക്ഷേ ഞാൻ 3 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ബാക്കിലൊരു ഡോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് 1 ഇഞ്ച് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, 33ൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 36 ഇവിടെ ഷേപ്പിൻ്റെ ഭാഗത്ത് അടയാളം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 36ൻ്റെ 4 കാണണം. 36ൻ്റെ 4 9. അപ്പോൾ ആ 9 ഞാൻ ഷേപ്പിൻ്റെ ഭാഗത്ത് അടയാളം ചെയ്തു. 1.5 ഇഞ്ച് ലൂസും കൊടുത്തു. ഇനി നമുക്ക് കാണേണ്ട ഹിപ്പാണ്. ഹിപ്പെന്ന് വയ്ക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടുള്ള അളവാണ്. ഷോൾഡറിൽ നിന്ന് ഹിപ്പ് കിട്ടിയിരിക്കുന്നത് 19.5 ഇടിവാണ്. 19ലാണ് ഇടിവ് ഹിപ്പ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിലുണ്ട് തുണി തെന്നിപ്പോവും, തെന്ന തുണിയാണ്. അപ്പം ഹിപ്പ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഹിപ്പ് 38. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട്. കാരണം 1.5 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. ഹിപ്പിൻ്റെ ഭാഗത്ത്, നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഓവറായിട്ട് ലൂസ് കൊടുക്കരുത്. ലൂസ് കൊടുത്താൽ വൃത്തികേടാണ്. ഒരു ചെറിയൊരു ഫിറ്റ് അവിടെ വേണം. ചെറുതായിട്ടുള്ള ലൂസ് മതി. ഫിറ്റല്ല, ചെറുതായിട്ടുള്ള ലൂസ് മതി. അതുകൊണ്ട് 1.5 ഇഞ്ച് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുമ്പോൾ മൊത്തം 39.5 വരും. 39.5 വരുമ്പം അതിൽ 4 കാണുമ്പം 9.25 1 പോയിൻറ്റും കൂടെ വരും കേട്ടോ. 39ൻ്റെ 4 9.25 1 പോയിൻറ്റും കൂടെ വരും. അപ്പോൾ ഞാനത് അടയാളം ചെയ്യുകയാണ് കേട്ടോ. 10 വരികയിൽ 9.25 1 പോയിൻറ്റും കൂടെ കണ്ടോ. ഞാൻ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ലെവൽ കിട്ടുകയില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ലെങ്ത് അവർ പറഞ്ഞത്ര ഇതിൻ്റെ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ താഴത്തെ നമുക്ക് വിരിവ്, താഴെ അടിഭാഗത്തെ വിരിവ് ഇപ്പോൾ ഇവിടെ ഒരു 9.25 ഇഞ്ച് 10 നമുക്ക് കൂട്ടാം. ഇതിൻ്റെ കൂടെ ഹിപ്പ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് താഴത്തെ വിരിവ് കിട്ടും. താഴത്തെ അടിഭാഗത്തെ വിരിവ് കിട്ടും കേട്ടോ. ഇവിടെ എന്തിനു വേണ്ടി ലൂസ് എടുക്കുന്നു, എന്തിനു വേണ്ടിയാണ് ഹിപ്പ് കിട്ടിയിരിക്കുന്നത്, ആ ഹിപ്പിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഹിപ്പ് അളവ് കിട്ടിയിരിക്കുന്നത് 39.5 അല്ലേ. 39.5 ഹിപ്പ് അളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഹിപ്പ് അളവിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച്, ഇപ്പം 40 വെച്ച് കൂട്ടുക. 40 2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മൾ താഴത്തെ വിരിവ് എടുക്കുന്നത്. താഴത്തെ വിരിവ് നമ്മൾ കണക്കാക്കുന്നത് ഹിപ്പ് അളവിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയാണ്. ഇവിടെ ഇപ്പോൾ 9.25 1 പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് 10 എടുക്കാം. അപ്പോൾ 40 കിട്ടും. 40ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 42 വരും. അപ്പോൾ 42ൻ്റെ 4 10.5 വരും. ആ 10.5 നമുക്കിവിടെ അടയാളം ചെയ്യാം. മനസ്സിലായല്ലോ? 10.5 താഴത്തെ വിരിവ് നമ്മൾ അടയാളം ചെയ്തു. നമുക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ച് തയ്യത്തും കൊടുക്കാം. ഓക്കെ, കിടക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളവ് കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇങ്ങോട്ട് ഇതിനെ ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കാം.
കണ്ടോ ഈ രീതി. ഇത് ബോഡി മെഷർമെൻ്റ് ആണ് കേട്ടോ, ബോഡിയുടെ അതേ അളവാണിത്. ബോഡിയുടെ കറക്റ്റ് അളവ്. ഇനി നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തത് ഓക്കെ. ഇപ്പം ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കറക്റ്റ് അളവെല്ലാം കറക്റ്റായി. ഇവിടെ ഇപ്പം ഞാൻ 1 ഇഞ്ച് കൊടുത്താൽ മതിയായിരുന്നു, ഈ മൂല കൊണ്ട് 1 ഇഞ്ച് നമുക്ക് അടയാളം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സ്ലീവ് ലെസ് ആയത് കാരണം ഇച്ചിരിയും കൂടെ ഞാൻ 1/2 ഇഞ്ചും കൂടെ കയറ്റി എടുത്തതേ ഉള്ളൂ കേട്ടല്ലോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം കഴുത്ത് ഇവിടെ ഒരു ചെറിയ കെറുവുണ്ട് കണ്ടോ, വളച്ച് കണ്ടോ കട്ട് ചെയ്ത് കണ്ടല്ലോ. ഇങ്ങനെ വെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ രീതി വരണമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് താഴത്തുനിന്ന് തുടങ്ങാം. ഇവിടെ 1 ഇഞ്ച് മതി കേട്ടോ, താഴെ 1 ഇഞ്ച് മതി. ഞാൻ 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വീതി കൂടി കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടാണ് 1.5 ഇഞ്ച് കൂട്ടിയത്. ഈ താഴ്ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ചല്ലേ എടുത്തത്. അപ്പോൾ ആ 1 ഇഞ്ച് തന്നെ താഴെ ലൂസ് കൊണ്ട് ഇവിടെ നമ്മൾ മടക്കടിക്കാൻ എടുത്താൽ മതി കേട്ടോ. 1 ഇഞ്ച് തന്നെ മതി. ഞാൻ ഇച്ചിരി ഇവിടെ കൂട്ടി എടുത്തത് ഇച്ചിരി വിരിവ് കിട്ടട്ടെന്ന് വിചാരിച്ചാൽ. താഴ്ഭാഗത്ത് വിരിവ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ ഫ്രണ്ട് പീസാണ് ആദ്യം വെട്ടുന്നത് കേട്ടോ. എല്ലാവരും ബാക്ക് പീസ് വെട്ടിട്ട് അതുകൊണ്ടാണ് ഫ്രണ്ട് പീസ് വെട്ടുന്നത്. പക്ഷെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫ്രണ്ട് പീസാണ്. ആദ്യം മുതലേ ഇങ്ങനെ അങ്ങ് വെട്ടി ശീലിച്ചു പോയി. ഓക്കെ, ഫ്രണ്ട് പീസ് വെട്ടിയെടുത്ത് ഇനി ഇത് കൊണ്ട് ഞാൻ ബാക്ക് പീസ് വെട്ടും. അപ്പോൾ ബാക്ക് പീസിൻ്റെ തുണി ഞാനൊന്ന് ലെവൽ ചെയ്ത് തരട്ടെ. ഇത് ലെവൽ ചെയ്യണം ഈ തുണി. അപ്പം നമുക്ക് ബാക്ക് പീസ് വെട്ടാം. ഇത് ബാക്ക് പീസ് വെട്ടാനായിട്ട് ബാക്ക് പീസിൻ്റെ തുണി ഞാൻ ഈ രീതി മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു വശം കൊണ്ട് നമ്മൾ കറക്റ്റ് അളവെടുത്ത് മടക്കിയിടുവാണെങ്കിൽ കൈക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് കൈക്ക് എടുക്കുന്നത് കണ്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് കൈക്ക് എടുക്കും. ഇതിനിപ്പോൾ കൈ വേണ്ട, സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ആകുമ്പോൾ കൈ വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കൈ എടുക്കുന്നത് ഞാൻ പറയാം ചുരിദാറിന് കണ്ടോ. ഈ രീതി മടക്കിയിട്ട. പിന്നെ ഞാൻ തുടക്കം മുതലേ ചെയ്യുന്ന ഒരു ജോലിയാണ്. എന്താണെന്നറിയാമോ, ലൈനിങ്ങും പിന്നെ മെയിൻ പീസും കൂടെ ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത്. എല്ലാവരും ലൈനിങ് വെട്ടിയിട്ട് മെയിൻ പീസ് ആ വെട്ടിയ പീസ് ലൈനിങ് പീസ് കൊണ്ടാണ് മെയിൻ പീസ് ഇടുന്നത്. പക്ഷെ ഞാൻ തുടക്കം മുതലേ ഈ രീതിയിലാണ് വെട്ടുന്നത്. അതുകൊണ്ട് എൻ്റേതായ രീതിയിൽ തന്നെ ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഇവിടെ കണ്ടോ, അതേ ഇത് ലൈനിങ് പീസാണ്. മെയിൻ പീസിൻ്റെ ഫ്രണ്ട് പീസിലെ ലൈൻ പീസാണ് ഇത് കണ്ടോ നമ്മൾ വെട്ടിയത്. ഇത് ബാക്ക് പീസ് കണ്ടോ, താഴെ ലൈനിങ് കിടപ്പുണ്ട് കേട്ടോ, മേളിൽ മെയിൻ പീസും ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് വെട്ടുന്നത്. അത് കാരണം ഇനി ഞാൻ അല്ലാത്ത രീതിയിലൊക്കെ കാണിച്ചാൽ ശരിയാകത്തില്ല. അപ്പോൾ ഞാൻ വെട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ബ്ലൗസ് പീസൊക്കെ ആണെങ്കിൽ 4 5 ഒക്കെ കിട്ടുവാണെങ്കിൽ 3 4 ഒക്കെ കിട്ടുവാണെങ്കിൽ അതെല്ലാം ഒന്നിച്ചിട്ട് ഞാനങ്ങ് വിട്ടു ഒരാടളവ്. അങ്ങനെയാണ് തയ്ക്കുന്നത് ഞാൻ. അപ്പം വേറെ രീതിയിൽ കാണിക്കണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വെട്ടുകയാണ്, ബാക്ക് പീസ് വെട്ടുകയാണ് കേട്ടോ. ബാക്ക് പീസ് വെട്ടുകയാണ് കേട്ടോ. ഈ രീതിയിൽ തന്നെ ബാക്ക് പീസ് വെട്ടിയെടുക്കാം. നമുക്ക് ബാക്ക് പീസിന് എന്താണ്, നമുക്ക് ഇച്ചിരി കൂട്ടി കൊടുക്കണ്ടേ, അറേഞ്ച് കൂട്ടി കൊടുക്കണം കണ്ടോ. കുറച്ച് കൂട്ടിയെടുക്കുക കണ്ടോ. എങ്ങനെ ഞാൻ അങ്ങനെയാണ് വെട്ടുന്നത് കേട്ടോ. ഫ്രണ്ട് പീസ് ബാക്ക് പീസ് വെട്ടിയിട്ടാണ് ഫ്രണ്ട് പീസ് വെട്ടുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ ഫ്രണ്ട് പീസ് വെട്ടിയിട്ട് ആ പീസ് കൊണ്ടാണ് ബാക്ക് പീസ് വെട്ടുന്നത്. ശീലിച്ച് പോയതേ വരുത്തുള്ളൂ. അപ്പം നമുക്ക് ഇനി ബാക്കിൻ്റെ കഴുത്തല്ലേ, കഴുത്ത് നമുക്കിനി അടയാളം ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഈ ഷോൾഡർ കറക്റ്റ് ചെയ്ത് ഇവിടെ ഒരു കട്ട് കൊടുത്ത് കണ്ടോ. ഇനി ബാക്ക് പീസിൻ്റെ ലെങ്ത് നോക്കാം. കഴുത്തിൻ്റെ ലെങ്ത് കേട്ടോ. കഴുത്തിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ബാക്ക് പീസിന് 8.25 ശരിക്ക് ഇടിച്ച് വേണം കൊടുക്കാനായിട്ട്. 8.25 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് കൊടുക്കാം. തയ്ച്ച് വരുമ്പോൾ 8.25 വരും കണ്ടോ. 8.25 ഇഞ്ച് ഇറക്കവും 4 ഇഞ്ച് വൈഡ് ഇവിടെ കണ്ടോ ബാക്ക് പീസിന് കണ്ടോ. കണ്ടോ ഇവിടെയും ബോക്സ് പോലെ ആക്കണ്ടേ കണ്ടോ. ഞാനങ്ങ് വരച്ച് കൊടുത്തതേ ഉള്ളൂ സ്കെയിൽ ഉപയോഗിക്കാതെ കണ്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കർവ് ഇവിടെയും കൊടുക്കണം കണ്ടോ. യു അല്ല,
ഇതും സ്ക്വയറും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ വേണം തയ്ക്കാം. അപ്പോൾ ഇത്രയും വൈഡ് ആയതുകൊണ്ട് ബാക്ക് പീസ് നമുക്കൊരു കെട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിതും വെട്ടാം. ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഇത് തയ്ക്കുക എന്നുള്ളൊരു പണിയാണുള്ളത്. അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്നും മറക്കല്ലേ. വീഡിയോയ്ക്ക് ഗ്യാപ്പ് വന്നത് എൻ്റെ അച്ഛൻ അടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എന്നോട് എല്ലാവരും ക്ഷമിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റ.